ഈ സ്ത്രീകളോടൊരു വാക്ക്, ഞാനിങ്ങനെ വിവാദാക്കണ്ട. നിങ്ങൾ ഈ പെരയിൽ ഇരുന്നിട്ട് ഒരു പണിയില്ലാതെ ഈ അടുക്കള പണി കഴിഞ്ഞിട്ട് ഈ തോണ്ടിരിക്കുന്ന നേരം കൊണ്ട് ലോകത്തിലെ ഒരുപാട് കമ്പനികളുണ്ട് 2 മണിക്കൂർ ജോലി ആവശ്യപ്പെടുന്ന ആൾക്കാർ. നിങ്ങളോലെ കാണാനും പോകണ്ട, ബോസ് ആരാന്നൊന്നും അറിയണ്ട, ജസ്റ്റ് കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ സാമ്പത്തികമില്ലാത്ത ആൾക്കാരോടെ പറഞ്ഞു, ബിസിനസ്സുകാരെ ഭാര്യമാരൊന്നും ചിലപ്പോൾ അതിന് നിന്നോളന്നില്ല. സാമ്പത്തിക പുരോഗതി ഇല്ലാത്ത ആൾക്കാർ എനിക്കറിയാം. ഇപ്പോൾ കാസർഗോഡുള്ള കണ്ണൂരുള്ള കുറേ കുട്ടികൾ നമ്മളോട് തന്നെ സംസാരിച്ചിട്ട് അവർ കമ്പനികളുടെ 2 മണിക്കൂർ ജോലി ഉണ്ടാവുള്ളൂ. 25,000, 30,000, ചില ആൾക്കാർക്ക് 50,000 വരെയൊക്കെ സാലറി എടുക്കും. കമ്പനി കിടക്കണ ദൂരെ ആയിരിക്കും. അവർക്കാകെ വേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിക്കൽ, ഇതിൻ്റെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മെഡിക്കൽ ഇതിൻ്റെ പേരിങ്ങനെ അടിച്ചു കൊടുക്കുക, അതിങ്ങനെ മെല്ലെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റുക. 2 മണിക്കൂറായ നിങ്ങൾക്ക് നിർത്താം, ഒരു ടാർഗറ്റ് തരാം, അത് പൂർത്തിയാക്കാം. ഇങ്ങനെ എൻഗേജ്ഡ് ആയാൽ എന്താ സുഖം എന്നറിയോ നിങ്ങൾക്ക്? കുറച്ചും കൂടി ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ജോലിക്ക് പോകണം എന്നല്ല പറഞ്ഞു, പോവാനല്ല പറഞ്ഞു, ജോലിക്ക് പോകണതല്ല ഇപ്പോൾ ഈ പ്രശ്നമുള്ളൂ. അവനവൻ്റെ വീട്ടിലിരുന്നതൊക്കെ ചെയ്യാം, അവനവൻ്റെ വീട്ടിലിരുന്നിട്ട്. ഇപ്പം നാനോ അഗ്രോകൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അഥവാ ജസ്റ്റ് 1 സെൻറ്റ് മതി, 1 സെൻറ്റിൽ 1 ഏക്കർ ഉണ്ടാക്കാൻ പറ്റുന്ന, പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നോളജി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ പോലെ സംസാരിക്കണം നമ്മൾ ചോദിക്കുന്നത്? CA സെൻ്ററിൻ്റെ പരിപാടിയില്ലേ? ഇങ്ങനെ നമ്മൾ എൻഗേജ്ഡ് ആവണം. ഒന്നുമില്ലെങ്കിൽ പുസ്തക വായന ഉണ്ടാവണം. വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടിരിക്കണ മാപ്പിളക്കൊരു വിളിയോന്നി എന്ന് പണ്ടൊരു ചെല്ലുണ്ട്. ഇതേമാതിരി വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാണ് ഇങ്ങനെ ഓരോരുത്തരെ കുറ്റം പറയാനും എല്ലാറ്റിനും സമയമുള്ളൂ, അല്ലാത്തവർക്ക് ഇതിന് സമയമില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എൻഗേജ്ഡ് ആണ്. അതിനൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ CS സെൻ്റർ. ഈ CS സെൻ്ററിൽ ഒരുപാട് വളണ്ടിയേഴ്സിന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കണം. സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളല്ലേ ഇറങ്ങേണ്ടത്, അതിൻ്റെ എല്ലാ മാന്യതയും പാലിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രം. ഒരു പാവപ്പെട്ട ഒരാളെ പോയിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ എന്തൊരു ഹരമുണ്ടായിരിക്കും. അയാളുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇതിന് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. CS സെൻ്ററിൽ ആളെ വേണമെന്നെല്ലാം പറഞ്ഞത്, നമ്മൾ കുട്ടികളെയും എന്താക്കണം, ഇങ്ങനെ കൊണ്ടുപോകണം. കുട്ടികളെ വെറും ഊട്ടിയിലേക്കും മൈസൂരിലേക്കും മാത്രം കൊണ്ടുപോയാൽ പോരാ, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാൻ. ഊട്ടിയൊക്കെ ഇപ്പം നമ്മളെ കണ്ട പായും ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. കാരണം അത്രമാത്രം നമ്മൾ ഊട്ടി കണ്ടിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെയും കൊണ്ട് നിങ്ങൾ പോകേണ്ടത് വൃദ്ധസദനത്തിലേക്കാണ്. കുട്ടികളെയും കൊണ്ട് നിങ്ങൾ പോകേണ്ടത് പാലിയേറ്റീവ് സെൻ്ററിലേക്കാണ്. കുട്ടികളെയും കൊണ്ട് നിങ്ങൾ പോകേണ്ടത് ഒരാളെയെങ്കിലും ശുശ്രൂഷിക്കുന്ന ഒരു വിധാനത്തിലേക്കാണ്. കാരണം ആ അന്യനായ ഒരാളെ ശുശ്രൂഷിച്ച് സ്നേഹത്തോടു കൂടി ശുശ്രൂഷിക്കുമ്പോൾ സ്വന്തം പിതാവിനെ ശുശ്രൂഷിക്കാനും മാതാവിനെ ശുശ്രൂഷിക്കാനും ഇവർക്കൊരു പണിയുണ്ടാവില്ല. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് ഞാനൊരു കുട്ടിനോട് പറഞ്ഞു, സ്ഥലം ഞാൻ പറഞ്ഞില്ല, എടാ കുളിപ്പിക്കുക ഇയും കൂടി കയറുന്നു. സത്യത്തിൽ കുളിപ്പിക്കേണ്ടതാരാ അല്ലേ? ഇസ്ലാമിൻ്റെ ഒരു മാധുര്യം എന്താണെന്നറിയോ? കുട്ടി ജനിച്ചാൽ ബാങ്ക് കൊടുക്കേണ്ടത് വേറുള്ളവർ വന്നിട്ടല്ല, സ്വന്തം വാപ്പയാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ ആരാണ് അവിടെ ഉള്ളത് വെച്ചാൽ അധികാരപ്പെട്ട ആൾക്കാരാണ്. പുതിയാപ്പിള പോകുന്ന സമയത്ത് കൈയ്യൊടുക്കേണ്ടതാരാ? സ്വന്തം വാപ്പയാണ്. ചെല്ലേണ്ടതാരാ? സ്വന്തം പുതിയാപ്പിളയാണ്. എവിടെയുള്ള പുതിയാപ്പിള? അന്നത്തെ കെട്ടുന്ന ആള്. മരിക്കണ സമയത്ത് ഇമാമത്ത് നിൽക്കേണ്ടതാരാ? വേറെ ആരെങ്കിലും അല്ല, സ്വന്തം മക്കളാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇതൊക്കെ മക്കളാ ചെയ്യണ്ടേ? അപ്പം നമ്മളെ ശുശ്രൂഷിക്കേണ്ടതാരാ? നമ്മുടെ മക്കളാണ്. അപ്പം മക്കളെ ഇത് ആദ്യമായിട്ട് കാണിപ്പിച്ചാൽ നടക്കൂലല്ലോ. മയ്യത്ത് കുളിപ്പിക്കേണ്ട സമയത്ത് അവിടെ എക്സ്പേർട്ടായി. ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിൽ പറയണതൊക്കെ ഇവിടെ ഞാൻ ഇന്നലെ പിന്നെ ഒരാഴ്ച മുമ്പ് കാസർഗോഡുള്ളടത്തിൽ പോയപ്പോൾ മയ്യത്ത് ഇപ്പോൾ കുളിപ്പിക്കണ വീട്ടിൽ വെച്ചിട്ടല്ല, ഇതേമാതിരി സെൻറ്ററിൽ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പയ്യന്നൂരപ്പുറത്ത് ഞാനൊരു മയ്യത്ത് പരിപാലനത്തിൻ്റെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ മയ്യത്ത് കാത്തുക പെരക്കാർ. അപ്പോൾ അതിൻ്റെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടുത്തെ സെൻറ്റർ, ഇതേമാതിരി CS സെൻറ്റർ പോലുള്ള സെൻറ്ററിൽ വെച്ചിട്ടാണ്. എന്നിട്ട് മക്കൾ അങ്ങോട്ട് വിളിക്കുന്നു. മക്കളതിൽ പങ്കാളികളാകണം. അവരിങ്ങനെ വെള്ളം കൊണ്ടൊരു കോപ്പയിൽ ഇങ്ങനെ വെള്ളം എടുത്തു കൊടുക്കാൻ മാത്രം നിന്നാൽ പോരാ. ആ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ വാപ്പയെ ഖബറിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇറക്കി വെക്കേണ്ടത് മക്കളാണ്. നമുക്ക് എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടൊന്ന് കൈകൊണ്ട് തൊട്ടൂടെ? വാപ്പയുടെ മയ്യത്ത് ഏറ്റിക്കൊണ്ടുപോകേണ്ടത് മക്കളാണ്, അല്ലാതെ ഏതെങ്കിലും അവിടെ ഏറ്റാൻ പറ്റിയ ആൾക്കാരെ വിളിച്ചിട്ടല്ല. ഇതാ ഉസ്താദുമാർ അവിടെ ഇരിക്കണം, അവരോട് ചോദിച്ചു നോക്ക്, ഇതൊക്കെ മക്കൾ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ പ്രാക്ടീസും കൂടിയാണ് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുന്നു. ഉദാഹരണത്തിന് വൃദ്ധസദനത്തിൽ പോകാമെന്ന് വിചാരിക്കും. പ്രായം ചെന്ന ആൾക്കാരെ കാണാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മോനെ കയ്യും പിടിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു സാധനം, ഒരു സിഗ്നേച്ചർ പതിച്ചിട്ടുണ്ടാകും, ഒരു ഒപ്പ്. അതെന്താണെന്നറിയോ? ഇല്ല പിതാവേ, നിങ്ങൾക്ക് ഈ ഗതി ഞാൻ വരുത്തൂല. ഇല്ല മാതാവേ, നിങ്ങൾക്ക് ഈ ഗതി ഞാൻ വരുത്തൂല. ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ, മൊബൈൽ എടുത്തു വെച്ചതിൻ്റെ പേരിൽ ഇന്നത്തെ മാധ്യമത്തിലുണ്ട്. മൊബൈൽ എടുത്ത് 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അവന് നെറ്റ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റ് കഴിഞ്ഞു. നെറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മൻ്റെ ഫോൺ ചോദിച്ചു. ഇന്നലെ ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞത്. ഉമ്മൻ്റെ ഫോൺ ചോദിച്ചു. ഉമ്മ ഫോൺ തരൂല എന്ന് പറഞ്ഞു. കാരണം ഗെയിമുകൾ പല കോലത്തിലാണ്. ഇവൻ എന്താക്കി,
അങ്ങനെ ഉമ്മ കിടന്നുറങ്ങാൻ പോയി. ഉമ്മ കിടന്ന ഉമ്മൻ്റെ മൊബൈൽ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ കത്തിയെടുത്ത് ആഞ്ഞ് കുത്തി 14 വയസ്സുകാരൻ. ഇതാ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ തൊട്ടപ്പുറത്ത്. ഇന്ന് പത്രത്തിലെ പ്രധാനപ്പെട്ട ന്യൂസാണ്. ഒരു മൊബൈൽ കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മയുടെ നെഞ്ചത്ത് കത്തിയെടുത്ത് കുത്തി. അതും നമ്മുടെ ഈ ജില്ലയിൽ. അല്ലെങ്കിൽ ഇത് കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലേ? ഇത് മലപ്പുറമാണ്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. ഒന്നാലോചിച്ച് നോക്കിയാട്ടെ, ഇങ്ങനത്തെ ഒരു കാലമാണ്. അതുകൊണ്ടാണ് കുട്ടികളെ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറയാം. CH സെൻറ്റർ പരിപാടി നടത്തുമ്പോൾ പ്രായം ചെന്നവരെ കൂട്ടുന്നത് പോലെ ഈ CH സെൻറ്ററിൻ്റെ കെയർ ഓഫിൽ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം നടത്തണം, കുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നടത്തണം. അതിനും CH സെൻറ്റർ മുന്നോട്ട് വരണം. പൈസ ഒന്നും അതിന് വലിയ ചിലവൊന്നുമില്ല. കുട്ടികൾ ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്, കുട്ടികൾ ഏതൊക്കെ മേഖലയൊക്കെ തിരിയേണ്ടത്, ഇതൊക്കെ CH സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ. കാരണം എന്താണെന്ന് അറിയോ, ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് സഹായിക്കുക. അപ്പോൾ ഇതിൽ അമീന എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്, നിങ്ങളുടെ ഈ ഭാഗത്ത് കുറച്ച് അപ്പുറത്തുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇപ്പോൾ പഠിക്കുന്നത് US, അതായത് അമേരിക്കയിലെ ഒരു ഉസ്താദിൻ്റെ മോളാട്ടോ, ഒരു ഉസ്താദിൻ്റെ മോളാണ്. അവൾ MBBS കഴിഞ്ഞിട്ട് PGക്ക് എവിടെ പോകേണ്ടതെന്ന് നോക്കി. ഒളവട്ടൂർ, അതന്നെ അമീന, ഇവിടെ അടുത്താണത്. എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, US ഒന്നും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വിളിച്ചു. അങ്ങനെ എന്നിട്ട് US പോവാണെന്ന് പറഞ്ഞു, ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പോവാണ്. അതിൻ്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ അത് പിന്നെ അവർ ടെസ്റ്റ് എഴുതി അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അവരെന്തായാലും അവിടെ എത്തി. അഥവാ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് ഹാർവാർഡ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് നിങ്ങളുടെ ഈ ഒളവട്ടൂരിലെ ഒരു പാവം ഉസ്താദിൻ്റെ മോള്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സെൻ്ററാണ് പഠിക്കാൻ ഹാർവാർഡ് ബിസിനസ് സ്കൂളും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും. ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ, ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ PGക്ക് ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാട്ടിലെ ഒരു പാവം പെൺകുട്ടി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതൊരു ഹെൽപ്പാണ്, അതൊരു സഹായമാണ്. അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ അവിടെ എത്തിക്കുക എന്നത് സഹായമാണ്. ആ കുട്ടി മാന്യമായ രീതിയിൽ ജീവിക്കുന്ന നല്ലൊരു കുട്ടിയാണ്. പിന്നെ നമ്മൾ വിചാരിക്കും അങ്ങോട്ടൊക്കെ പോയാൽ ആകെ പ്രശ്നാവൂലേ എന്ന്. അമേരിക്കയിൽ പോയാൽ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാം, പോയൊരു കൂട്ടത്തിലുണ്ടാവും. ഏത് പള്ളി പോയാലും ആദ്യത്തെ ഒരു വരി മുഴുവൻ ഹാഫിദുകളായിരിക്കും. അമേരിക്കൻ്റെ കഥ ഞാൻ പറഞ്ഞത്, മദീനൻ്റെയും മക്കൻ്റെയും കഥയല്ല. നിങ്ങളെന്താ അമേരിക്കനെ പറ്റി? അമേരിക്ക എന്ന രാജ്യത്തിലെ ഭരണാധികാരികളൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളെ രാജ്യത്തിലും അങ്ങനെ തന്നെയല്ല. നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം പ്രശ്നമാണ് അതിൻ്റെ അർത്ഥം അല്ലല്ലോ. എത്ര സ്ഥലങ്ങളിൽ 600 ചില്ലാനം പള്ളികളാണ് UK മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യൻസ് വിട്ടുകൊടുത്തിട്ടുള്ളത്. 600 ചില്ലാനം പള്ളികൾ. ഞാൻ പരസ്യമായിട്ട് പ്രസംഗിക്കാറുണ്ട്, കാരണം അവർക്ക് കണക്കെടുക്കാമല്ലോ. അതിൽ 3-4 പള്ളിയിൽ ഞാനും പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളെ കുട്ടികൾ അതിമനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റണം. അവരെ പഠിപ്പിക്കാനുള്ള രീതികളിലേക്ക് നമ്മൾ എത്തണം. പോരാ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും നിങ്ങളിപ്പോൾ കിഡ്നി എന്ന് പറയുന്ന പ്രയാസം എന്തെങ്കിലും ഉണ്ടോ? ലേശം വെള്ളം കൊടുത്തേക്ക്. മൂപ്പര് ഹൈലി ഇമോഷണലാണ്. ഞാൻ ഇമോഷണലായിട്ട് സംസാരിക്കും, മൂപ്പര് ഇങ്ങനെ ഇമോഷനാകുന്നുണ്ട്. വെള്ളം വേണോ? ഇല്ല. അപ്പോൾ ശരി, ഇതേപോലെ എത്ര സാധ്യതകൾ. ഇപ്പോൾ നിങ്ങളിവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റിയും കൂടി കൊണ്ടുവരും. ആ ഫെസിലിറ്റി എന്താണെന്നറിയോ? ആ ഫെസിലിറ്റി മിക്കവാറും പാലിയേറ്റീവ് സെൻ്ററിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അധികം തന്നെ വൈകാതെ തുടങ്ങേണ്ട ഒരു സാധനമായിരിക്കും. ഏത്? ഡയാലിസിസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ. തുടങ്ങാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയും. ഡയാലിസിസ് സെൻ്റർ. ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രത്യേകത എന്താ? നമ്മളൊക്കെ ഡയാലിസിസ് വന്നിട്ടല്ലല്ലോ അതിനെ പോകേണ്ടത്. ഞാൻ പറയാം, നിങ്ങളത് ചെയ്യുന്നുണ്ടാകും. CH സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ കിഡ്നി രോഗം എങ്ങനെയാണ് വരുന്നത് എന്നതിൻ്റെ സെമിനാർ നടത്തണം. അല്ലാതെ കിഡ്നി രോഗം വന്നിട്ടുള്ള ചികിത്സയല്ല വേണ്ടത്. കിഡ്നി രോഗം വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഫുഡിൽ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം എത്ര കുടിക്കണമെന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായാൽ ആ ഒരു സബബ് നീങ്ങിക്കിട്ടുമല്ലോ. പടച്ചോൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതുണ്ടാവും. പക്ഷേ ഈ കണ്ട സബബ് കൊണ്ടാണെങ്കിൽ ഞാൻ ചെറുപ്പക്കാരികളോടും പറയണം, ആ കമ്പനി നമുക്കെതിരെ എന്തെടുത്താലും വേണ്ടിയില്ല. ഈ കൊക്കക്കോളയും നിങ്ങൾ കുടിക്കുന്ന കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുന്ന 7up കാര്യമൊക്കെ ഉണ്ടല്ലോ, നേരിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കിഡ്നിക്കാണ്. ഇത്തരം കമ്പനികൾ തന്നെയാണ് ഇമ്മാതിരി ഗുളികയുടെ കമ്പനിയും തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ കൊക്കക്കോളൻ്റെ ഏജൻസികളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാനതിൽ എന്നും എതിര് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കുട്ടിയൊക്കെ തന്നെ അറിയാമെന്ന്.